അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ അതിർത്തിയിൽപ്പെട്ട വഴിക്കടവ് വഴി ഗൂഡല്ലൂർ പോകുമ്പോൾ നാടുകാണി ചുരത്തിൽ അല്പം മുകളിലേക്ക് ചെന്നാൽ റോഡിൻ്റെ വലതുഭാഗത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് സ്വാലിഹ് റഹിമഹുല്ലയുടെ ഹദറത്തിലാണ് സിയാറത്ത്. അള്ളാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഏകദേശം 600 കൊല്ലം മുമ്പ് യമനിൽ നിന്നും ഇസ്ലാം പ്രബോധനത്തിന് വേണ്ടി വന്ന മഹാന്മാരിൽപ്പെട്ടവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. യമനിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ കേരളത്തിലും മറ്റും എത്തിയിട്ടുണ്ട്. ഈ മഹാന്മാർ ബാംഗ്ലൂരിലേക്ക് പോകുന്ന യാത്രാമധ്യേ ബഹുമാനപ്പെട്ട മുഹമ്മദ് സ്വാലിഹ് റഹിമഹുല്ല ഇവിടെ വഫാത്താവുകയും വഫാത്തായ സ്ഥലത്ത് തന്നെ ജനാസയുടെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുകയും ഇവിടെ മറമാടുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരു ചെമ്പിൻ്റെ തകിടിൽ ഇവിടെ മറമാടിയ ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്നും പിൽക്കാലത്ത് അത് കണ്ടുകിട്ടുകയും അങ്ങനെയാണ് മഹാനവറുകളുടെ പേര് വെളിപ്പെട്ടത് എന്നാണ് ഇവിടെ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മടവൂർ തങ്ങളെപ്പോലത്തെ വലിയ വലിയ ഔലിയാക്കളാകുന്ന മഹാന്മാർ ഇവിടെ സിയാറത്ത് ചെയ്യാൻ വന്നിരുന്നു എന്നും ഇവിടുത്തെ നേർച്ചക്കും സിയാറത്തിനും വലിയ ഫലപ്രദമാണ് എന്നും ഇവിടുന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നാടുകാണി ചുരം ഒരു ചവിട്ടുപടിയായിരുന്നു. ചുരത്തിൽ ഫക്കീർ എന്നും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അറിയപ്പെടുന്നുണ്ട്. ശഅബാൻ 1-നാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് സ്വാലിഹ് റഹിമഹുല്ലയുടെ ഉറൂസ് മുബാറക്ക് നടന്നു വരുന്നത്. വൈകുന്നേരം 6 മണിക്ക് ശേഷം സിയാറത്തിന് ഇറങ്ങാതിരിക്കലാണ് ഈ യാത്ര ചെയ്യുന്നവർക്ക് നല്ലത് എന്ന് ഇവിടുന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. രാത്രി സമയങ്ങളിൽ ഈ വലിയ കാട്ടിൽ നിന്നും മൃഗങ്ങൾ ഇറങ്ങാറുണ്ട്, പുള്ളിപ്പുലി ഇറങ്ങാറുണ്ട് എന്നെല്ലാം ഇവിടുന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ സിയാറത്തിന് ഒരു 6 മണിക്ക് ശേഷം ഇറങ്ങാതിരിക്കലാവും നല്ലത് എന്ന് പറഞ്ഞു. അതിൻ്റെ മുമ്പ് ഇവിടെ ഇറങ്ങി സിയാറത്ത് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഈ വഴിയിലൂടെ ആനകൾ സഞ്ചരിക്കാറുണ്ട്. എന്നാൽ ഈ മക്ബറയുടെ ഭാഗത്ത് അവർക്ക് വലിയ ആദരവും ബഹുമാനത്തോടു കൂടെയും നടന്നു പോകുന്നതായിട്ട് കണ്ട എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പേടിക്കാത്തവരില്ല. മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ സ്നേഹിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന മഹാന്മാരെ തിരിച്ചറിയാനും അവരെ മഹബത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്തിനെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. എല്ലാവരുടെയും മുറാദ് അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഈ കൊടും വനത്തിൻ്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാനവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തുകയും ഇവരുടെ കൂടെ ഹബീബായ മുത്ത് റസൂലുള്ളാഹിൻ്റെ കൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും സ്വർഗ്ഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിലെത്താൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.